സൗദിയിൽ രണ്ട് വ്യത്യസ്ത കേസുകളിൽ രണ്ടുപേരുടെ വധശിക്ഷ നടപ്പിലാക്കി. സൗദി പൗരനെ വെടിവെച്ചു കൊന്ന കേസിൽ സ്വദേശിയെയും രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടത്തിയ കേസിൽ വിദേശിയുടെയും വധശിക്ഷയാണ് നടപ്പാക്കിയത്. മക്കയിലും അൽജൌഫിലുമായാണ് ശിക്ഷ നടപ്പാക്കിയത്. വ്യത്യസ്ത കേസുകളിലായി ഇന്ന് സൗദിയിൽ രണ്ടുപേരുടെ വധശിക്ഷ നടപ്പിലാക്കിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം വെളിപ്പെടുത്തി. സൗദി പൗരനായ ആയിഷ് ബിൻ മലൂഹൽ അൻസിയെ വെടിവെച്ചു കൊന്ന കേസിൽ സൗദി പൗരനായ മംദൂഹ് ബിൻ ജാമിയ ബിൻ ഫാലിജ് അൽ സ്വാലിഹിനെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. അൽജൌഫ് ഗവർണറേറ്റിന് കീഴിലാണ് ശിക്ഷ. ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിനിടെ തോക്കുപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പ്രതിക്കെതിരെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ ശരിവെച്ചാണ് വിചാരണ കോടതി വധശിക്ഷ വിധിച്ചത്. ഇത് പിന്നീട് മേൽക്കോടതികളും സുപ്രീം കോടതിയും ശരിവെച്ചതോടെയാണ് ശിക്ഷ നടപ്പിലാക്കിയത്. രാജ്യത്തേക്ക് മാരക ലഹരി വസ്തുവായ ഹെറോയിൻ കടത്തിയ കേസിൽ അഫ്ഗാൻ സ്വദേശിയായ ഗുലാം റസൂൽ റഫീഖിനെയാണ് രണ്ടാമത്തെ കേസിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയത്. മക്ക ഗവർണറേറ്റിന് കീഴിലാണ് ശിക്ഷ. കേസിന്റെ തുടക്കത്തിൽ തന്നെ പിടിയിലായ പ്രതിക്ക് വിചാരണ കോടതിയും പരമോന്നത കോടതിയും വധശിക്ഷ വിധിക്കുകയായിരുന്നു. ശിക്ഷ നിരപരാധികളെ ആക്രമിക്കുന്നവർക്കും രക്തം ചീന്തുന്നവർക്കും ജീവനും സുരക്ഷയ്ക്കുമുള്ള അവകാശം ലംഘിക്കുന്നവർക്കും രാജ്യത്തേക്ക് ലഹരി എത്തിക്കുന്നവർക്കും വിൽപ്പന നടത്തുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കുമുള്ള മുന്നറിയിപ്പാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. നൌഷാദ് രിക്കൂർ, മീഡിയ 1, ദമ്മാം.